ഇതിനകത്ത് ഇനി കടുക് നമ്മൾ ലേശം കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് ഇട്ടതിന് ശേഷം കുറച്ച് അത് സ്പൂണെടുക്ക് സ്പൂണ് ശേഷവും ചെറിയുള്ളി മുളകും ഒക്കെ പാടി അതിലേക്ക് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നെല്ല് ആക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. കുറച്ച് ഏകദേശം ഒരു പാങ്ങിനായി കഴിഞ്ഞാൽ മതി കുറേ. പിന്നീട് നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് പയറങ്ങ് ഇടുക. ഇളക്കി കൊടുക്കുക. ഇത്ര തീരെ ആവശ്യമുണ്ടോ? തീരെ ആവശ്യം കുറച്ചാൽ പോരെന്നോ? നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനത്തെ ഉള്ള അടുപ്പ് നോക്കിയിട്ട് ഇങ്ങനെ ഈ അടുപ്പിൻ്റെ പ്രശ്നമാണ്, അടുപ്പ് പുറത്തുനിന്ന് വെക്കേണ്ട, അടുപ്പകത്തുണ്ട്, അകത്ത് വേറെ അടുപ്പുണ്ട്, ഇത് പുറത്തുനിന്ന് എന്താ നല്ല അടിപൊളി വൈബാണ്. പുറത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്ന രസം വേറെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പുറത്തുനിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നമ്മളിങ്ങനെ കുറച്ചൊന്ന് വാടി കിട്ടും. പയർ ഇങ്ങനെ വാടി ഒരു ഏകദേശം പരിവായി കഴിഞ്ഞാൽ ഇനി ഇതൊക്കെ എന്തെങ്കിലും വേണോ? ഉപ്പിടണ്ടതിൽ ഏകദേശം ഉപ്പിട്ട് കൊടുക്കണം. അപ്പം ലേശം ഉപ്പിടണം. ഉപ്പടെ ഇതാണോ ഉപ്പ്? ഞാൻ തോന്നുന്നു. ഉപ്പൊക്കെ ഭയങ്കര രസമാണ്. ഉപ്പൊക്കെ നമ്മൾ ഇങ്ങനെയാണ് ഉപ്പ്. ഇതിങ്ങനെ കുടഞ്ഞിടണം. ലേശിട്ട് കൊടുത്താൽ ഇട്ടോ കുറച്ച് കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാവേ. അപ്പോൾ ഒന്നൊന്ന് മിക്സ് ചെയ്യാം. അതാവണം. ഇതിങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം തീലേശം കൂടുതലുണ്ടോ എന്ന് സംശയം. ഇത് തീലേശം കൂടുതലുണ്ടോ? തീ കൂടുതലാ? അപ്പോൾ തീ കൂടുതലാണ് എന്ന് പറഞ്ഞു. അപ്പം തീ കുറച്ചിടണം. അപ്പം ഇതിങ്ങോട്ട് വലിക്കുക. ഇതിപ്പോൾ തീരെ ആവശ്യമൊന്നുമില്ല. ഇതിങ്ങനെ ഒന്ന് മൂടി വെച്ച് നല്ല ബന്ധുക്കളും തീരെ ആവശ്യം വരുന്നില്ല. ഇതെന്തുകൊണ്ടതിനെ മൂടി വെക്കാത്? ഇത് മൂടി വെക്കണമല്ലോ. ഇതാണോ പാത്രം? ആ വീടാണ് കൊടുക്കാറുള്ളത് കേട്ടോ. ആ വീടും ഈ വീടും, ഈ രണ്ട് വീടും കൂടെ കൊടുക്കാനുള്ളതാണ്. അടിപൊളി. നല്ല സ്നേഹത്തുമ്പി
ഞാനില്ലേ കൂടെ കരയാതെന്നാരോ പെണ്ണിട്ടാണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ ആര് ആര് ഇയാളൊക്കെ പോയിക്കണം. അയാൾ പോയില്ല, അയാൾ വിളിച്ചു നോക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കറികളൊക്കെ റെഡിയായി. ഇന്നൊക്കെ ഉണ്ട് ചോറ് വെക്കുന്നുണ്ട്.